അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യ രാജ്യങ്ങളില് അക്രമത്തിന് സ്ഥാനമില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംഭവത്തില് ട്രംപ് സുരക്ഷിതനാണെന്നറിഞ്ഞതില് അതീവ ആശ്വാസം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് പ്രതികരണമറിയിച്ചത്. പ്രസിഡന്റ് ട്രംപും കുടുംബവും സുരക്ഷിതരാണെന്നറിഞ്ഞതില് ആശ്വാസമുണ്ട്. ജനാധിപത്യത്തില് അക്രമത്തിന് സ്ഥാനമില്ലെന്നും അത് അസന്ദിഗ്ധമായി അപലപിക്കപ്പെടണമെന്നും അദ്ദേഹം കുറിച്ചു. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകുന്നേരം ഡിസിയിലെ വാഷിംഗ്ടണ് ഹിൽട്ടണ് ഹോട്ടലിന് പുറത്താണ് വെടിവെപ്പ് നടന്നത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നര് നടന്നുകൊണ്ടിരിക്കെ ഒരു തോക്കുധാരി വെടിയുതിരിക്കുകയായിരുന്നു. വെടിവെപ്പിനെ തുടർന്ന് ഹോട്ടലിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെയും വാൻസിനെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ട്രംപും പ്രഥമ വനിതയും വൈസ് പ്രസിഡന്റും സുരക്ഷിതരാണെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ഹിൽട്ടണില് വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെയാണ് വെടിവെപ്പ് നടന്നത്. പ്രധാന സ്ക്രീനിംഗ് ഏരിയയ്ക്ക് സമീപം സുരക്ഷാ ക്രമീകരണങ്ങള് ലംഘിക്കാൻ തോക്കുമായി എത്തിയ ഒരാൾ ശ്രമിച്ചിരുന്നു. അയാൾ വെടിയുതിരിക്കുകയും ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വെട്ടുകയും ചെയ്തു. എന്നാല് ആ ഉദ്യോഗസ്ഥന് ബുള്ളറ്റ് റെസിസ്റ്റന്റ് വെസ്റ്റ് സംരക്ഷണം നൽകിയിരുന്നതിനാല് അദ്ദേഹത്തിന് കാര്യമായ പരിക്കൊന്നും സംഭവിച്ചില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സുരക്ഷാ ഉദ്യോഗസ്ഥര് ഓടിയെത്തി. ആക്രമണത്തിനിടെ നൂറുകണക്കിന് അതിഥികള് മേശകൾക്കടിയില് കുടുങ്ങിയതോടെ തിരക്കേറിയ ഹാളിനുള്ളില് പരിഭ്രാന്തി പടർന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സീക്രട്ട് സർവീസ് സംശയിക്കുന്നയാളെ ഉടന് കസ്റ്റഡിയിലെടുത്തു. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. യുഎസ് ഭരണനിര ഒന്നടങ്കമുള്ള ചടങ്ങില് വലിയ ഭീതിയും പരിഭ്രാന്തിയുമാണ് ഉണ്ടായത്. അക്രമി 8 തവണയാണ് വെടിമുഴങ്ങിയത്. വെടിവെപ്പില് ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. വെടിയൊച്ച കേട്ടതോടെ ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥര് വളയുന്നതിന്റെയും അദ്ദേഹത്തെ സുരക്ഷിതനായി വേദിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു.